നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന ടോപ്പിക്കിലേക്കാണ് തുടങ്ങുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ്. ഹെൻറി മോസ്ലി ഈ എക്സ്റേ സ്പെക്ട്ര സ്റ്റഡി നടത്തിയപ്പോൾ ആറ്റത്തെ പറ്റി എക്സ്റേ സ്പെക്ട്ര സ്റ്റഡി നടത്തിയപ്പോൾ മോസ്ലിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയും കെമിക്കൽ പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക മാസ് അല്ല, പകരം അറ്റോമിക നമ്പർ ആണെന്ന് മനസ്സിലായി. അതാണ് പറയുന്നത്. ഹെൻറി മോസ്ലി വർക്ക്സ് ഓൺ എക്സ്റേ സ്പെക്ട്ര ഓഫ് എലമെന്റ്സ് proved that atomic number is more fundamental property than atomic mass. അപ്പം മോസ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ മോസ്ലിക്ക് മുമ്പ് ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, മെന്റലീവ്. ആ മെന്റലീവിന്റെ ഒരു പീരിയോഡിക് ലോയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ ഉണ്ട്. ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആയിരുന്നു മെന്റലീവ്. പക്ഷെ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ കുറച്ച് മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ റിജക്ട് ചെയ്തു. അപ്പൊ അതിനുശേഷം വന്ന സയന്റിസ്റ്റ് ആയിരുന്നു ഹെൻറി മോസ്ലി. മോസ്ലി വന്നിട്ട് ആറ്റത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്റേ സ്പെക്ട്രോ സ്റ്റഡി നടത്തി. അതിന്റെ ഫലമായിട്ട് മോസ്ലിക്ക് മനസ്സിലായ കാര്യം എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയും കെമിക്കൽ പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക മാസ് അല്ല, പകരം അറ്റോമിക നമ്പർ ആണെന്ന് മോസ്ലിക്ക് മനസ്സിലായി. അതിന്റെ ബേസിൽ എന്താ മോസ്ലിക്ക് മനസ്സിലായ? എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയും കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക നമ്പർ ആണ്. മോർ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി അറ്റോമിക നമ്പർ ആണെന്ന് മോസ്ലിക്ക് മനസ്സിലായി. അതിന്റെ ബേസില് മോസ്ലി എന്ത് ചെയ്യുന്നറിയോ? മെന്റലീവിന്റെ പീരിയോഡിക് ലോ ഉണ്ട്. ആ മെന്റലീവിന്റെ പീരിയോഡിക് ലോ മോസ്ലി എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്തു. മെന്റലീവിന്റെ പീരിയോഡിക് ലോ ഇതായിരുന്നു: the physical and the chemical properties of the elements are the periodic function of their atomic mass എന്നായിരുന്നു മെന്റലീവിന്റെ പീരിയോഡിക് ലോ. മോസ്ലി എന്ത് ചെയ്തു? അതിന്റെ അവസാനം മാസിന് പകരം എന്ത് കൊടുത്തു? നമ്പർ കൊടുത്തു. ഇത്രയും മാറ്റമേ എടുത്തോളൂ. ഇത്രയും മാറ്റമേ മോസ്ലി വരുത്തിയുള്ളൂ. അപ്പൊ മോസ്ലി എന്ത് ചെയ്തു? മെന്റലീവിന്റെ പീരിയോഡിക് ലോ മോസ്ലി എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്തു. That is called the modern periodic law. എന്താ modern periodic law പറയുന്നത്? The physical and the chemical properties of the elements are the periodic function of their atomic number. എന്തു ഇതിന്റെ അർത്ഥം? ഒന്നുമില്ല. ഈ എലമെന്റ്സിനെ അറ്റോമിക നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡർ, വാട്ട് ഈസ് ഇൻക്രീസിംഗ് ഓർഡർ? കൂടി വരുന്ന ക്രമം. ഈ എലമെന്റ്സിനെ അറ്റോമിക നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ ഈ എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും എന്ത് ചെയ്ത് കാണിക്കും? ഒരു കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം, ഒരു റെഗുലർ ഇന്റർവെലിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. The elements repeat after a regular interval. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോയുടെ അർത്ഥം. ലോ ഇത്രയേ ഉള്ളൂ. The physical and the chemical properties of the elements are the periodic function of their atomic number. എലമെന്റ്സിനെ അറ്റോമിക നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും എന്ത് ചെയ്ത് കാണിക്കും? ഒരു കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം ആവർത്തിച്ച് കാണിക്കും എന്ന് മോസ്ലി കണ്ടുപിടിച്ചു. ഈ ലോയെ വിളിച്ച പേരാണ് മോഡേൺ പീരിയോഡിക് ലോ. ഈ മോഡേൺ പീരിയോഡിക് ലോയുടെ ബേസില് മോസ്ലി എന്ത് ചെയ്തു? ഒരു പുതിയ കുറെ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചു. On the basis of modern periodic law, numerous forms of periodic table have been proposed. കുറെ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചു. പക്ഷേ the most commonly used is long form of periodic table. അങ്ങനെ ഈ പീരിയോഡിക് ലോയുടെ ബേസില് മോസ്ലി എന്ത് കണ്ടുപിടിച്ചു? ഒരു ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. നമ്മൾ ഇന്ന് കാണുന്ന ഈ പീരിയോഡിക് ടേബിള് മോസ്ലി കണ്ടുപിടിച്ചു. ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിളില് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസും ഉണ്ടായിരുന്നു, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസും ഉണ്ടായിരുന്നു. പീരിയോഡിക് ടേബിളില് വെർട്ടിക്കൽ ആണ്. എന്താണ് വെർട്ടിക്കൽ കോളംസും ഉണ്ടായിരുന്നു, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസും ഉണ്ടായിരുന്നു. വെർട്ടിക്കൽ കോളംസിനെ വിളിച്ച പേരാണ് ഗ്രൂപ്പ്. വെർട്ടിക്കൽ കോളംസ് ഈസ് കോൾഡ് ഗ്രൂപ്പ് ആൻഡ് ഹൊറിസോണ്ടൽ റോസ് ഈസ് കോൾഡ് പീരീഡ്. എത്ര വെർട്ടിക്കൽ കോളംസ് ഉണ്ട്? 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്. 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്. അതുപോലെ 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്. വെർട്ടിക്കൽ കോളംസ് ഈസ് കോൾഡ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ഫാമിലി. ഹൊറിസോണ്ടൽ റോസ് ഈസ് കോൾഡ് പീരീഡ്. എന്താ പറഞ്ഞേ? ഹെൻറി മോസ്ലി എന്ന സയന്റിസ്റ്റ് എക്സ്റേ സ്പെക്ട്രോ സ്റ്റഡി നടത്തിയപ്പോൾ മോസ്ലിക്ക് മനസ്സിലായ കാര്യമാണ് എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയും കെമിക്കൽ പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക മാസ് അല്ല, പകരം അറ്റോമിക നമ്പറാണ്. അതിന്റെ ബേസിൽ മോസ്ലി എന്ത് ചെയ്തു? മെന്റലീവിന്റെ പീരിയോഡിക് ലോ, മോസ്ലി ഇതായിട്ട് കണ്ടുപിടിച്ചതല്ല, മെന്റലീവിന്റെ പീരിയോഡിക് ലോ മോസ്ലി എന്ത് ചെയ്തു? മോഡിഫൈഡ് ദ മെന്റലീവ് പീരിയോഡിക് ലോ. ആ മോഡിഫൈ ചെയ്തതിനു ശേഷം ആ ലോയെ പിന്നെ വിളിക്കുന്നത് മെന്റലീവ് പീരിയോഡിക് ലോ എന്നല്ല, ഇറ്റ് ഈസ് കോൾഡ് മോഡേൺ പീരിയോഡിക് ലോ. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്? ദ ഫിസിക്കൽ ആൻഡ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഇതിന്റെ അർത്ഥം എന്തോ ഒന്നുമില്ല, എലമെന്റ്സിനെ അറ്റോമിക നമ്പറിന്റെ ഇൻക്രിമെന്റിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒരു കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം ആവർത്തിച്ച് കാണിക്കും എന്നാണ് മോസ്ലി പറഞ്ഞത്. ഈ പീരിയോഡിക് ലോയുടെ ബേസില് മോസ്ലി ഒരു പുതിയ ലോങ് ഫോം ഓഫ് പീരിയോഡ്, നമ്മൾ ഇന്ന് കാണുന്ന ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ മോസ്ലി കൺസ്ട്രക്ട് ചെയ്തു. ഈ പീരിയോഡിക് ടേബിളിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ് ഉണ്ടായിരുന്നു, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസും ഉണ്ടായിരുന്നു. വെർട്ടിക്കൽ കോളംസ് ഉണ്ടായിരുന്നു, ഹൊറിസോണ്ടൽ റോസും ഉണ്ടായിരുന്നു. 18 ഉണ്ട്. 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്. 18 വെർട്ടിക്കൽ കോളംസ് ഈസ് കോൾഡ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ വേറെ പേരാണ് ഫാമിലി. 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്. അതുപോലെ 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്. 7 ഹൊറിസോണ്ടൽ റോസ് ഈസ് കോൾഡ് പീരീഡ്. അപ്പോ പീരിയോഡിക് ടേബിളിൽ 18 വെർട്ടിക്കൽ കോളംസും ഉണ്ടായിരുന്നു, 7 ഹൊറിസോണ്ടൽ റോസും ഉണ്ടായിരുന്നു. വെർട്ടിക്കൽ കോളംസിന് കൊടുത്ത പേരായിരുന്നു ഗ്രൂപ്പ് ആൻഡ് ഹൊറിസോണ്ടൽ റോസ് ഈസ് കോൾഡ് പീരീഡ്. ഓക്കെ. The long form of modern periodic table, hydrogen half give a particular position at the top center. അങ്ങനെ പറയാൻ കാരണം മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഒരു മെയിൻ ഡീമെറിറ്റ് ആയിരുന്നു ഹൈഡ്രജൻ ഇട്ട് കൊടുത്തില്ല, എക്സാക്ട് പൊസിഷൻ കൊടുത്തില്ല. മെന്റലീവ് എന്ത് ചെയ്തില്ല? He could not give an exact position for hydrogen. മെന്റലീവ് പൊസിഷൻ കൊടുത്തില്ല. എന്നാൽ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളില് ഏകദേശമൊക്കെ പറയാൻ പറ്റും. ഇപ്പോഴും കറക്റ്റ് പൊസിഷൻ ഒന്നും അല്ല ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? സെന്ററിലോട്ട് ഒരു പൊസിഷൻ എന്ത് ചെയ്തു? മോഡേൺ പീരിയോഡിക് ടേബിൾ കൊടുക്കും. പക്ഷെ ഈ തന്നിരിക്കുന്ന പീരിയോഡിക് ടേബിളില് പൊസിഷൻ ശരിയല്ല. നമ്മള് ചില പീരിയോഡുകൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഹൈഡ്രജൻ നോക്കിയാൽ മതി. ചില പീരിയോഡിക് ടേബിൾ നടുക്കാണ് ഹൈഡ്രജൻ കാണാൻ പറ്റും. അതാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? In the long form of modern periodic table, hydrogen give a particular position at the top center. സെന്ററിലായിട്ട് ഒരു പൊസിഷൻ ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ രണ്ടാൾക്കാരുണ്ട് മെയിൻ ആയിട്ട്, ഗ്രൂപ്പും പീരീഡും. ഈ പീരീഡിനെ പറ്റിയും ഗ്രൂപ്പിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രോപ്പർട്ടീസ്, പീരീഡിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്,
ഗ്രൂപ്പിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകും. ആൾക്കാരെ പറ്റി പറയാം, പീരീഡിനെ പറ്റി പറയാം. അതുപോലെ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിള് ആകെ മൊത്തം 7 പീരീഡ് ആണുള്ളത്. There are 7 period in modern periodic table. ഈ പീരീഡ് the period number corresponding to the highest principal content number of the element. നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററിൽ കേൾക്കുന്ന ഒരു സാധനമാണ് എന്താണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ അല്ലെങ്കിൽ EN. പീരീഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് നമ്പർ എന്താണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ്. പീരീഡ് നമ്പർ ഇപ്പം ഒന്നാമത്തെ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ n വാല്യൂ 1 ആയിരിക്കും. രണ്ടാമത്തെ പീരീഡ് ആണെങ്കിൽ n വാല്യൂ 2 ആയിരിക്കും. മൂന്നാമത്തെ പീരീഡ് ആണെങ്കിൽ n വാല്യൂ 3 ആയിരിക്കും. അതാ പറയുന്നത് പീരീഡ് നമ്പർ കറസ്പോണ്ട്സ് ടു ഹൈയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഓഫ് എലമെന്റ് ആയിരിക്കും. ഒരു പീരീഡ് നമ്പർ കിട്ടിയതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഹൈയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം മൊത്തം 7 പീരീഡ് ഉണ്ട്. ഒന്നാമത്തെ പീരീഡില് 2 എലമെന്റ്സേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയവും, 2 എലമെന്റ്സ്. ഓക്കെ, അതിന്റെ സബ്ഷെല്ല് 1s ആണ്. നമുക്കറിയാം ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 കോൺഫിഗറേഷൻ 1s1, ഹീലിയം അറ്റോമിക് നമ്പർ 2 കോൺഫിഗറേഷൻ 1s2. കണ്ടോ, സബ്ഷെൽ എന്താണ്? സബ്ഷെല്ല് 1s ആണ്, 1s. സോ ഒന്നാമത്തെ പീരീഡില് വെറും 2 എലമെന്റ്സേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയം, ഓൺലി 2 എലമെന്റ്സ്. സബ്ഷെല്ല് 1s ആണ്. ഈ പീരീഡിനെ വിളിക്കുന്ന പേരാണ് വെരി ഷോർട്ട് പീരീഡ്. വെരി ഷോർട്ട് പീരീഡ്. ഇനി രണ്ടാമത്തെ പീരീഡിലും മൂന്നാമത്തെ പീരീഡിലും 8 എലമെന്റ്സ് വീതമുണ്ട്. രണ്ടാമത്തെ പീരീഡിലാണെങ്കിൽ ദ്വിതീയം മുതൽ നിയോൺ വരെയും, മൂന്നാമത്തെ പീരീഡിൽ സോഡിയം മുതൽ ആർഗൺ വരെയുമാണ്. രണ്ടാമത്തെ പീരീഡ് സബ്ഷൻ എന്ന് പറയുന്നത് 2s 2pയും, മൂന്നാമത്തെ ആണെങ്കിൽ 3s 3pയുമാണ്. ഈ 2നെയും 3നെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഷോർട്ട് പീരീഡ്. കാരണം രണ്ടാമത്തെ പീരീഡിലും മൂന്നാമത്തെ പീരീഡിലും 8 എലമെന്റ്സ് വീതമേ ഉള്ളൂ. സോ 2നെയും 3നെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഷോർട്ട് പീരീഡ്. ഇനി നാലാമത്തെ പീരീഡിനെയും അഞ്ചാമത്തെ പീരീഡിനെയും 4ലും 5ലും 18 എലമെന്റ്സ് ഉണ്ട്. നാലാമത്തെ പീരീഡിലാണെങ്കിൽ പൊട്ടാസ്യം മുതൽ ക്രിപ്റ്റോൺ വരെയും, 5ലാണെങ്കിൽ റുബീഡിയം മുതൽ സെനോൺ വരെയുമാണ്. സബ്ഷൻ എന്ന് പറഞ്ഞാൽ 4ആണെങ്കിൽ 4s 3d 4p, 5ആണെങ്കിൽ 5s 4d 5p ആയിരിക്കും. ഈ 4നെയും 5നെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലോങ് പീരീഡ്. അടുത്ത 6ലും 7ലും ആണെങ്കിൽ 32 എലമെന്റ്സ് ഉണ്ട്. 32 എലമെന്റ്സ് ഉണ്ട്. ആറാമത്തെ പീരീഡിൽ സീഷ്യം മുതൽ റെഡോൺ വരെയും, 7ാമത്തെ പീരീഡിൽ ഫ്രാൻസിയം മുതൽ ഓർഗൻസൺ വരെയുമാണ്. ആറാമത്തെ പീരീഡിലെ സബ്ഷൻ എന്ന് പറയുന്നത് 6s 4f 5d 6p. 7ാമത്തെ ആണെങ്കിൽ 7s 5f 6d 7p. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഇതിനെ ഈ 6നെയും 7നെയും വിളിക്കുന്ന പേരാണ് ലോങ്സ്റ്റ് പീരീഡ്, അല്ലെങ്കിൽ വേറെ പേരുണ്ട് മോൺസ്റ്റർ പീരീഡ്. അപ്പം ഒന്നാമത്തെ പീരീഡിൽ 2 എലമെന്റേ ഉള്ളൂ. സോ ആ പീരീഡിനെ വിളിക്കുന്ന പേര് വെരി ഷോർട്ട് പീരീഡ് എന്നാണ്. 2ലും 3ലും രണ്ടാമത്തെ പീരീഡിലും മൂന്നാമത്തെ പീരീഡിലും 8 എലമെന്റ്സ് വീതമുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ഷോർട്ട് പീരീഡ്. 4ലും 5ലും 18 എലമെന്റ്സ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ലോങ് പീരീഡ്. 6ലും 7ലും 32 എലമെന്റ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ലോങ്സ്റ്റ് പീരീഡ്, അല്ലെങ്കിൽ വേറെ പേരുണ്ട് മോൺസ്റ്റർ പീരീഡ്. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന സാധനം. ഫസ്റ്റ് കാണുന്നൊക്കെ അറിയാം. ഇതാണ് ഫസ്റ്റ് പീരീഡ്. ആര് മാത്രമേ ഉള്ളൂ? ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പീരീഡ് 3 4 5 6 7. ഇതാണ് 8 9. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറല്ലേ പറഞ്ഞ 7 എണ്ണേ ഉള്ളൂ, ഇപ്പൊ 9 എണ്ണം വന്നല്ലോ. മക്കളെ സത്യം പറഞ്ഞാൽ 7 എണ്ണേ ഉള്ളൂ. ഈ 6ാമത്തെ പീരീഡ് കണ്ടോ, ഇതല്ലേ 6ാമത്തെ പീരീഡ്. 6 7. 6ാമത്തെ പീരീഡിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 6ാമത്തെ പീരീഡിലും 7ാമത്തെ പീരീഡിലും 32 എലമെന്റ്സ് ഉണ്ട്.
പക്ഷേ പക്ഷേ ഇവിടെ 18 എലമെന്റ്സേ ഉള്ളൂ. എന്ന് നോക്കി കാണാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 എലമെന്റ്സേ ഉള്ളൂ. അതിന്റെ ബാലൻസ് 14 എണ്ണമാണ് ഈ കിടക്കുന്നത്. കണ്ടോ കണ്ടോ ആറാമത്തെ പീരീഡില് 32 എലമെന്റ്സ് ഉണ്ട്. അതിലെ 18 എലമെന്റ്സ് മാത്രമേ മുകളിലുള്ളൂ. അതിന്റെ ബാലൻസ് 14 എണ്ണമാണ് ഈ കിടക്കുന്നത്. അതുപോലെ ഏഴാമത്തെ പീരീഡിലും 32 എലമെന്റ്സ് ഉണ്ട്. അവിടെയും എന്ത് മാത്രമേ ഉള്ളൂ? മുകളിൽ 18 എണ്ണം മാത്രമേ ഉള്ളൂ. അതിന്റെ ബാലൻസ് ആണ് ഇതാണ് ഈ കിടക്കുന്നത്. ഇയാളെ വിളിക്കുന്ന പേരാണ്, അതാണ് ആദ്യം കിടക്കുന്ന ബഹുമാന വരെ വിളിക്കുന്ന പേരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലാൻതനോയിഡ്. ലാൻതനോയിഡ്. താഴെ കിടക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡ്. ആക്ടിനോയിഡ്. സോ ഈ ലാൻതനോയിഡ് ആരാ? ലാൻതനോയിഡ് എന്ന് പറയുന്നത് ആറാമത്തെ പീരീഡിന്റെ ബാക്കിയും ആക്ടിനോയിഡ് എന്ന് പറയുന്നത് ഏഴാമത്തെ പീരീഡിന്റെ ബാക്കിയുമാണ്. അല്ലാതെ പുതിയ പീരീഡ് അല്ലത്. ആറാമത്തെ പീരീഡില് മൊത്തം 32 എലമെന്റ്സ് ഉണ്ട്. അതിന്റെ 18 എണ്ണം മാത്രമേ മുകളിലുള്ളൂ. അതിന്റെ ബാലൻസ് 14 എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ലാൻതനോയിഡ്. അതേപോലെ ഏഴാമത്തെ പീരീഡിന് 32 എലമെന്റ്സ് ഉണ്ട്. അതിലും 18 എണ്ണം മാത്രമേ മുകളിലുള്ളൂ. അതിന്റെ ബാലൻസ് 14 എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡ്. ഓക്കെ, ഇവിടെ ഉണ്ട്. The 14 elements, each 6th and 7th period, are placed in separate row below the main body of the periodic table. നമ്മളിപ്പോ കാണിച്ചില്ലേ എന്താണ്? ആറാമത്തെ പീരീഡില് ഏഴാമത്തെ പീരീഡില് 14 എലമെന്റ്സിനെ ഇതാണ് മെയിൻ ബോഡി. മെയിൻ ബോഡി എന്ത് ചെയ്തേക്കുക? മാറ്റിയിട്ടേക്കും. അതാ പറഞ്ഞിരുന്നത്, മെയിൻ ബോഡിയിൽ നിന്ന് മാറ്റിയിട്ടേക്കും. These are together is called inner transition elements. ഈ രണ്ടുപേരെയും കൂടെ വിളിക്കുന്ന ലാൻതനോയിഡിനെയും ആക്ടിനോയിഡിനെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് inner transition elements. The 14th elements in 6th period, ആറാമത്തെ പീരീഡിലെ 14 എലമെന്റ്സ് സീറിയം മുതൽ ലുട്ടീഷ്യം വരെ, അവരെ വിളിക്കുന്ന പേരാണ് ലാൻതനൈഡ്സ്, ലാൻതനോയിഡ്സ് എന്ന് വേണമെന്ന് വിളിക്കാം. അതുപോലെ the 14th elements in 7th period, തോറിയം മുതൽ ലോറൻസിയം വരെ, അവരെ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡ്സ്. നമ്മൾ പറഞ്ഞാലും തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇത്രയുമാണ് പീരീഡിന്റെ പ്രോപ്പർട്ടീസ്. ഇനി പറയാൻ പോകുന്നത് ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് ആണ്. എന്താണ് ഗ്രൂപ്പ്? നമുക്കറിയാം, വെർട്ടിക്കൽ കോളംസിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള വെർട്ടിക്കൽ കോളംസിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. മോഡേൺ പീരിയോഡിക് ടേബിളില് 18 ഗ്രൂപ്പ് ഉണ്ട്. 18 ഗ്രൂപ്പ്, 1 മുതൽ 18 ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള, ഈ ഗ്രൂപ്പിന്റെ വേറെ പേരെന്താ? നമുക്കറിയാം, ഫാമിലി. എന്റെ ഫാമിലി എടുത്താൽ എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ചേട്ടൻ, ഞാൻ, ഞങ്ങൾക്ക് 4 പേർക്കും ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും. ഫാമിലി, ഒരു ഫാമിലി എടുത്താൽ ആ ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ, മെമ്പേഴ്സിനൊക്കെ ഏകദേശം എന്തായിരിക്കും? ഒരു സ്വഭാവമായിരിക്കും. ഇവിടെ അതേ പറയുന്നുള്ളൂ. ഒരു ഫാമിലിയുടെ ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മൊത്തം 18 ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന്റെ പേരറിയോ? ഗ്രൂപ്പിന്റെ പേരറിയണം കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽ. സെക്കൻഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. 13 ആണെങ്കിൽ ബോറോൺ ഫാമിലി, 14 ആണെങ്കിൽ കാർബൺ ഫാമിലി, 15 ആണെങ്കിൽ നൈട്രജൻ ഫാമിലി, 16 ആണെങ്കിൽ ഓക്സിജൻ ഫാമിലി, 17 ആണെങ്കിൽ ഹാലോജൻസ്, 18 ആണെങ്കിൽ നോബിൾ ഗ്യാസ്. ഗ്രൂപ്പുകളുടെ പേര് അറിയണം. ഫസ്റ്റ് ഗ്രൂപ്പിലാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽ. എന്തുകൊണ്ട് ഒരു ആൽക്കലി മെറ്റൽ എന്ന് വിളിക്കുന്നത്?
അതിന് കാരണം ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീരിയം, സീഷ്യം, ഫ്രാൻസിയം ഇവരുടെ എല്ലാം ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും എല്ലാം ആൽക്കലിയും, അതുകൊണ്ട് അവർ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ആളാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം ബെർലിയത്തിന്റെ രണ്ടാമത് എടുക്കുന്ന ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഇവരുടെ എല്ലാം ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ആൽക്കലി ആണ്. ഇവരെ കാണപ്പെടുന്നത് എർത്തിന്റെ ക്രസ്റ്റിലാണ് ഇവരെ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽ, സെക്കൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. 3 മുതൽ 12 വരെ ട്രാൻസിഷൻ എലമെന്റ്സ്. 13 ആണെങ്കിൽ ബോറോൺ ഫാമിലി, 14 ആണെങ്കിൽ കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലജൻസ്, 18 നോബൽ ഗെയിംസ്. ഇതൊക്കെയാണ് ഗ്രൂപ്പുകളുടെ പ്രത്യേകത. അപ്പൊ നമ്മളതൊന്നും അല്ല പറഞ്ഞേ, നമ്മളെന്താ പറഞ്ഞേ, ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും എന്ത് സെയിം ആയിരിക്കും? പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. Elements present in the group, same group have similar property. ഒരു ഗ്രൂപ്പ് എടുത്താൽ ആൽക്കലി മെറ്റൽസ് എടുത്താൽ അവിടെയുള്ള ലിഥിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീരിയം, സീഷ്യം, ഫ്രാൻസിയം ഇവർക്കെല്ലാം എന്തായിരിക്കും? ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, റേഡിയം, ബേരിയം ഇവർക്കെല്ലാം എന്തായിരിക്കും? ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലിമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. തീർന്നില്ല. ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും വാലൻസിയും സെയിം ആയിരിക്കും. എന്തോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് കാണിച്ചത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീരിയം, സീഷ്യം, ഫ്രാൻസിയം. ഇത്രയും വരെ എഴുതണം. അറ്റോമിക് നമ്പർ 3, 11, 19. കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ രണ്ടും കല്ലറ 2, 1, 2, 8, 1, 2, 8, 8, 1. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലും ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം 4, 12, 20, 2, 2, 2, 8, 2, 2, 8, 8 കോൺഫിഗറേഷൻ നമുക്കറിയാം. നോക്കി ഈ ഫസ്റ്റ് ഗ്രൂപ്പാണ് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ എല്ലാത്തിന്റെയും മൂട്ടിൽ ആരാ? 1. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലോ എല്ലാത്തിന്റെയും മൂട്ടിൽ ആരാ? 2. അത്രേ പറഞ്ഞോളൂ. ഒരു ഗ്രൂപ്പ് എടുത്താൽ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും അവസാനത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. സെയിം ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാവരുടെയും അവസാനം 1 ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാവരുടെ അവസാനം എന്തായിരിക്കും? 2 ആയിരിക്കും. ഇതുപോലെ എല്ലാ ഗ്രൂപ്പിലും ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. അതുപോലെ വാലൻസിയും സെയിം ആയിരിക്കും. ഇതുവരെയും വാലൻസി സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസി ഇസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം. ഒരാറ്റത്തിന്റെ കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ വിളിക്കുന്ന പേരാണ് വാലൻസി. അല്ലെങ്കിൽ വേറെ ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ബൈ ആൻ ആറ്റം ഡ്യൂറിംഗ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരാറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് വാലൻസി. ഒരാറ്റം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് വാലൻസി. ഒരാറ്റത്തിന്റെ വാലൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഔട്ടർ ഇലക്ട്രോൺ നോക്കിയാൽ മതി. ഒരാറ്റത്തിന്റെ ഔട്ടർ ഇലക്ട്രോൺ 1 മുതൽ 4 വരെ ആണെങ്കിൽ ഒരാറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഔട്ടർ ഇലക്ട്രോൺ 1 മുതൽ 4 വരെ ആണെങ്കിൽ ആ സംഖ്യ ആയിരിക്കും വാലൻസി. അപ്പൊ അവസാനം 1 വന്നാൽ വാലൻസി 1 ആയിരിക്കും, 2 വന്നാൽ വാലൻസി 2,
3 വന്നാൽ വാലൻസി 3, 4 വന്നാൽ വാലൻസി 4. എങ്കിൽ 4 കൂടുതൽ വന്നാലോ? സിമ്പിൾ ആണ്. 8 ആ സംഖ്യ കുറച്ചാൽ മതി. 8 ആ സംഖ്യ കുറച്ചാൽ മതി. 5 ആണെങ്കിൽ 8 മൈനസ് 5 3, 6 ആണ് 8 മൈനസ് 6 2, 7 ആണ് 8 മൈനസ് 7 1, 8 ആണ് 8 മൈനസ് 8 ഉണ്ട് 0. ആർക്കാ 8 വരുന്നത്? നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസിന് കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവർ സ്റ്റേബിൾ ആണ്. ദേ ഹാവ് നോ കമ്പൈനിങ് കപ്പാസിറ്റി. നോബിൾ ഗ്യാസിന് എന്തില്ല? കമ്പൈനിങ് കപ്പാസിറ്റി ഇല്ല. അല്ലെങ്കിൽ അവർക്ക് എന്തില്ല? വാലൻസി ഇല്ല. വാലൻസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഒരു ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൽ 1 മുതൽ 4 വരെയുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ 1 മുതൽ 4 വരെയുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യ ആയിരിക്കും വാലൻസി. 4 കൂടുതലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8 ആ സംഖ്യ മൈനസ് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഒന്നാമത്തെ ഗ്രൂപ്പ് എടുത്താൽ അതിന്റെ എല്ലാത്തിന്റെ അവസാനം എന്താ? 1 1 1. സോ എല്ലാവരുടെയും വാലൻസി എന്താ? 1. രണ്ടാമത്തെ ഗ്രൂപ്പ് എടുത്താൽ കാണാൻ പറ്റും എല്ലാത്തിന്റെ അവസാനം 2 2 2. സോ വാലൻസി എന്തായിരിക്കും? 2 ആയിരിക്കും. ഇത്രേ പറഞ്ഞോളൂ. ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. അതുപോലെ എന്തും സെയിം ആയിരിക്കും? ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. വാലൻസിയും സെയിം ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ മൊത്തം 18 ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റൽ, സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ, 3 മുതൽ 12 വരെ ട്രാൻസിഷൻ എലമെന്റ്സ്, 13 ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലജൻസ്, 18 നോബിൾ ഗ്യാസ്. പിന്നെ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. സിമിലർ പ്രോപ്പർട്ടീസ് ആർ പ്രസന്റ് ഇൻ എ സെയിം ഗ്രൂപ്പ്. അതുപോലെ ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും വാലൻസി സെയിം ആയിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞാൽ തന്നെയാണ് ഇത് അവരുടെ കോൺഫിഗറേഷൻ ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീരിയം, സീഷ്യം, ഫ്രാൻസിയം. അതിന്റെ കോൺഫിഗറേഷൻ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 ആണ്. ആൽക്കലി മെറ്റൽസിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 ആണ്. ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണെങ്കിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 ആണ്. ഇനി ട്രാൻസിഷൻ എലമെന്റ്സ് ആണെങ്കിൽ N-1 D 1 to 10 NS 0 to 2 എന്നാണ്. N-1 D 1 to 10 NS 0 to 2 എന്നാണ്. എന്തുകൊണ്ടാണ് N-1 D വന്നതെന്ന് അടുത്തൊരു ടോപ്പിക് ഉണ്ട്, ബ്ലോക്ക് അവിടെ പറഞ്ഞു തരാം. അപ്പൊ അങ്ങനെ നോക്കിയിരുന്നാൽ മതി. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ജനറൽ അല്ലെങ്കിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് N-1 D 1 to 10 NS 0 to 2. ഇനി ബോറോൺ ഫാമിലി ആണെങ്കിൽ NS2 NP1 ആണ്. കാർബൺ ആണെങ്കിൽ NS2 NP2 ആണ്. NS2 NP2 ആണ്. നൈട്രജൻ ആണെങ്കിൽ NS2 NP3 ആണ്. ഓക്സിജൻ ആണെങ്കിൽ NS2 NP4 ആണ്. ഹാലജൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഹാലജൻ ഫാമിലി ആണെങ്കിൽ NS2 NP5 ആണ്. അടുത്ത ലാസ്റ്റ് നോബിൾ ഗ്യാസ് ആണെങ്കിൽ NS2 NP6 ആണ്. ഇതാണ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് ആൾക്കാരുടെ പേരാണ്, പറഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി പഠിക്കുന്നതാണ് ബ്ലോക്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഒന്നുമില്ല, മോഡേൺ പീരിയോഡിക് ടേബിളിലെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഈ എലമെന്റ്സിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ നിറയുന്നത്, എലമെന്റ്സിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ നിറയുന്നത് അതിന്റെ ബേസിൽ ഈ എലമെന്റ്സിനെ
4 ബ്ലോക്ക് ആയിട്ട് അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എലമെന്റ്സിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ നിറയുന്നത് അതിന്റെ ബേസിൽ മോഡേൺ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എസ് ബ്ലോക്ക് എന്ന്, പി ബ്ലോക്ക് എന്ന്, ടി ബ്ലോക്ക് എന്ന്, എഫ് ബ്ലോക്ക്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ബ്ലോക്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. ഈ എലമെന്റ്സിന്റെ അവസാനത്തെ ഇലക്ട്രോൺ നമുക്കറിയാം, നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ മൊത്തം 118 എലമെന്റ്സ് ഉണ്ട്. 118 എലമെന്റ്സ്. ഈ എലമെന്റ്സിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ നിറയുന്നത്, എത്ര സബ്ഷെൽ മൊത്തം 4 ഉള്ളൂ. എസ്, പി, ഡി, എഫ്. അപ്പൊ ഈ എലമെന്റ്സിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ നിറയുന്നത് അതിന്റെ ബേസിൽ എലമെന്റ്സിനെ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, 4 ബ്ലോക്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. 4 ബ്ലോക്ക് ആയിട്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അപ്പം എലമെന്റ്സിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ നിറയുന്നത് അതിന്റെ ബേസില് എലമെന്റ്സിനെ അല്ലെങ്കിൽ ആ പീരിയോഡിക് ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, 4 ബ്ലോക്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എസ് ബ്ലോക്കിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇയാളെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം? ഒരു എക്സാമ്പിൾ കാണിക്കാം. എസ് ബ്ലോക്കിൽ ഒരു എക്സാമ്പിൾ ആണ് സോഡിയം 11 കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1. എന്താണ് അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞേക്കുന്നത് എവിടാണ്? അവസാനത്തെ എസ്റ്റില്. അതുകൊണ്ട് എന്റെ പേര് വന്നേ എസ് ബ്ലോക്ക്. അതാണ് ഫസ്റ്റ് പോയിന്റ്. These are the elements in which last electron enters into the outermost S subshell. These are the elements in which elements in which last electron enters into the outermost S subshell. അതുകൊണ്ട് എസ് ബ്ലോക്ക് എന്ന് പേര് വന്നത്. These are the elements in which last electron enters into the outermost S subshell. ഈ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് 2 ആൾക്കാരാണ്, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2. ആൽക്കലൈൻ മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും അവർ രണ്ടുപേരുമാണ് ഈ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എസ് ബ്ലോക്ക് ആരൊക്കെയാ? ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2. അടുത്ത പോയിന്റ് ആണ് their general outer electronic configuration. General outer electronic configuration of S block element is ns1 and ns2. അതെന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. ഓക്കെ, നമുക്കറിയാം എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ആരൊക്കെയാ? ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1 ആരൊക്കെയാണെന്ന് അറിയോ? അത് കുറച്ചൊക്കെ എഴുതിയതാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഗ്രൂപ്പ് 2 ആണെങ്കിൽ ബോറിലിയം, മഗ്നീഷ്യം, കാൽസ്യം. ഇവർ രണ്ടുപേരും എന്താണ്? എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞല്ലോ. 3 ആണ്. സോ 1s2 2s1 11 1s2 2s2 2p6 3s1 1s2 2s2 2p6 3s2 3p6 4s1. ബദലിയാണെന്നുണ്ടെങ്കിൽ 4 1s2 1s2 2s2. മഗ്നീഷ്യം 12 1s2 2s2 2p6 3s2. കാൽസ്യം 20 1s2 2s2 2p6 3s2 3p6 4s2. ഓക്കെ, അവിടെ തന്നെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കി. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ നമ്മൾ പറഞ്ഞ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കി. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ അവസാനം കോമൺ ആയിട്ട് ഒരാളുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം S1. S1 എല്ലായിടത്തും കോമൺ. എന്ത് മാത്രമേ മാറുന്നുള്ളൂ?
2 3 4 എന്തുവാ അത് n എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലേ മാറുന്നുള്ളൂ 2 3 4 ദാറ്റ് ഈസ് വാലൻസ് ഷെൽ ജനറലി റെപ്രസെന്റഡ് ആസ് ns1. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലോ കോമൺ ആയിട്ട് ആരുണ്ട് S2 എല്ലായിടത്തും കോമൺ അവിടെ എന്തേ മാറുന്നുള്ളൂ 2 3 4 അതെന്തുവാ അത് വാലൻസ് ഷെൽ ദാറ്റ് ഈസ് ns2. സോ എങ്ങനെ പറയാൻ പറ്റും the general outer electronic configuration of s block element is ns1 and ns2. അപ്പൊ 3 പോയിന്റുകളാ പറഞ്ഞേ. First point, these are the elements in which last electron enters the outermost s subshell. Elements in the അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും അവസാനത്തെ എസ്സിലായിരിക്കും. പിന്നെ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആയിരിക്കും. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2. അതുപോലെ എസ് ബ്ലോക്കിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ of S block element is ns1 and ns2 ആയിരിക്കും. പിന്നെ they are all reactive metals. നമുക്കറിയാം ആൽക്കലൈൻ മെറ്റലും അല്ലെ ആൽക്കലൈൻ എർത്ത് മെറ്റലും രണ്ടുപേരും മെറ്റൽസ് ആണ്. വെറും മെറ്റൽസ് അല്ല, they are all reactive metals ആണ് with low ionization enthalpy. എന്തു അയോണൈസേഷൻ enthalpy? ഒന്നുമില്ല. ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്ത് കളയണം. ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ പുറത്ത് കളയാൻ ആവശ്യമായ എനർജി അതിനെ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എന്തായാലും. ഈ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എസ് ബ്ലോക്ക് ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് ഇവര് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. ഇവർക്ക് അയോണൈസേഷൻ എന്തായാലും വളരെ കുറവായിരിക്കും. ലോ അയോണൈസേഷൻ എന്തായാലും. അത് മാത്രമല്ല ഇവരെന്ത് ചെയ്യും ഇവര് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും they lost their outermost electron readily to form +1 and +2 ion. ഇപ്പം ഗ്രൂപ്പ് 1 എടുക്കുവാണെങ്കിൽ ഇപ്പൊ സോഡിയം എടുത്താൽ 2 8 1 സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ ആവണമെങ്കിൽ അക്കോർഡിംഗ് ടു ഒക്ടേറ്റ് റൂൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം. ഇവിടെ ഒരെണ്ണേ വേണം. സ്റ്റേബിൾ ആവണമെങ്കിൽ സോഡിയം ഈ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. അതുപോലെ തന്നെ വേറെ ലിഥിയം എടുത്തു കഴിഞ്ഞാൽ 3 2 1 സ്റ്റേബിൾ ആവണമെങ്കിൽ 2 ഡ്യൂപ്ലറ്റ് വന്നാൽ മതി. അപ്പൊ എന്ത് ചെയ്യും ഈ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവരെല്ലാം എന്ത് ചെയ്യും അതിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവരെല്ലാവരും എന്ത് ചെയ്യും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലോ ഇപ്പൊ മഗ്നീഷ്യം 2 8 2 കാൽസ്യം 2 8 8 2 ബെർലിയം 2 2. സെക്കൻഡ് ഗ്രൂപ്പിൽ എല്ലാവരും എന്ത് ചെയ്യും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കൊടുത്താൽ എന്ത് കിട്ടും കൊല്ലത്തല്ല കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് കിട്ടും. എത്ര ഇലക്ട്രോണിനെ കൊടുക്കുന്നോ അത്രയും പോസിറ്റീവ് ചാർജ് കിട്ടും. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ 1 ഇലക്ട്രോണെയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എല്ലാ മെറ്റൽസും 1 ഇലക്ട്രോൺ. നമുക്കറിയാം മെറ്റൽസ് പൊതുവെ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുന്നതാണ് മെറ്റൽസ്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവരെല്ലാം 1 ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. സോ +1 ചാർജ് കിട്ടും. സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവരെല്ലാം 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. സോ +2 ചാർജ് കിട്ടും. ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കുന്ന പേര് അയോൺസ് എന്നാണ്. അതാ പറയുന്നത് lost their outermost electron readily to form +1 and +2 ion. And their metallic character and the reactivity increases down the group. ഗ്രൂപ്പിന്റെ മുകളിൽ താഴോട്ട് വരുന്നതോറും മെറ്റാലിക് ക്യാരക്ടറും റിയാക്ടിവിറ്റിയും എന്ത് ചെയ്യും പൊതുവെ കൂടും. അതുപോലെ തന്നെ the main thing
ഫോം അയോണിക് കോമ്പൗണ്ട്സ്. ഈ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും പൊതുവെ അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്, എക്സെപ്റ്റ് ലിഥിയം ആൻഡ് ബെറിലിയം. അത് എക്സെപ്ഷണൽ കേസ് ആണ്. ലിഥിയവും ബെറിലിയവും പൊതുവെ കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം എന്താണ്, മെറ്റാലിക് അല്ലെങ്കിൽ മെറ്റാലിക് അല്ല, അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് എസ് ബ്ലോക്കിനെ പറ്റി പഠിക്കുന്നത്. അടുത്തതാണ് പി ബ്ലോക്ക്. പി ബ്ലോക്ക് ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും പി ബ്ലോക്ക് എന്ന് പേര് വന്നത്? എസ് ബ്ലോക്ക് പറഞ്ഞ പോലെ അല്ല, ഇതുവരെയും അതുകൊണ്ട് ഒരു എക്സാമ്പിൾ കാണിക്കും. ഫോസ്ഫറസ് 15, 1s2, 2s2, 2p6, 3s2, 3p3. ലാസ്റ്റ് ഇലക്ട്രോൺ നടന്നേക്കുന്നത് എവിടാ? അവസാനത്തെ ഇലക്ട്രോൺ നടന്നേക്കുന്നത് അവസാനത്തെ പിയിലാണ്. So it is called P block. അതാണ് ഫസ്റ്റ് പോയിന്റ്. These are the elements in which last electron enters into the outermost p subshell. എലമെന്റ്സിന്റെ അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത് അവസാനത്തെ പിയിലായിരിക്കും. പി ബ്ലോക്ക് എന്ന് പറയുന്ന ആരൊക്കെയാ? They include elements of ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെ, ഗ്രൂപ്പ് 13 to group 18. They include elements of group 13 to group 18. The general outer electronic configuration of P block element is, അതുപോലെ നേരത്തെ നമ്മൾ എസ് ബ്ലോക്ക് പറഞ്ഞ പോലെ പി ബ്ലോക്കിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് NF2 NP126. NS2 NP126. Their general outer electronic configuration is NS2 NP126. അതുപോലെ their non-metallic character increases from left to right in a period. ലെഫ്റ്റിൽ നിന്ന് പി ബ്ലോക്കിന്റെ എന്ന് വെച്ചാൽ 13ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് 18ാമത്തെ ഗ്രൂപ്പ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്? നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്ന വെച്ചാൽ അർത്ഥം മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു. So in left to right in a period, the non-metallic character increases. And top to bottom in a group, and top to bottom in a group. From top to bottom in a group. Okay, അതിലെന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത്ര അറിഞ്ഞാൽ മതി. Sorry, അത് മെറ്റാലിക് ക്യാരക്ടർ അല്ലേ? അപ്പം non-metallic character increases from left to right in a period, and metallic character increases from top to bottom in a period. ഞാൻ വായിച്ചപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പം non-metallic character ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടും. എന്നാൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്ന അർത്ഥം എന്തുവാ? മെറ്റാലിക് ക്യാരക്ടർ കുറയുമെന്നാണ്. അതുപോലെ ഗ്രൂപ്പിന്റെ മുകളിൽ താഴോട്ട് വരുന്നോളും എന്ത് ചെയ്യും? മെറ്റാലിക് ക്യാരക്ടർ കൂടും, അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയും. തിരിച്ചും മറിച്ചും പറയാൻ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ടോപ്പ് ടു ബോട്ടം ഗ്രൂപ്പിന്റെ മുകളിൽ താഴോട്ട് വരുന്നതോറും മെറ്റാലിക് ക്യാരക്ടർ കൂടും. ലെഫ്റ്റ് റൈറ്റിലോട്ട് പോയാൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഓക്കെ, അതുപോലെ the 18th ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കാൾഡ് നോബൽ ഗ്യാസ്. നമുക്കറിയാം പി ബ്ലോക്കിലെ 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റിനെ വിളിക്കുന്ന പേര് നോബൽ ഗ്യാസ് എന്നാണ്. അവർക്ക് എന്തായിരിക്കും? They have a completely filled electronic configuration. They do not undergo chemical reaction at the ordinary condition. അതായത് ഇതിലെ ഓർഡിനറി കണ്ടീഷനിൽ കെമിക്കൽ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതുപോലെ ഈ എസ് ബ്ലോക്ക് എലമെന്റ്സിനെ പി ബ്ലോക്ക് എലമെന്റ്സിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് representative elements. S block elements and P block elements together called representative elements. S block elements ne P block elements ne ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് representative elements. അടുത്തതാണ് D block. എന്തുകൊണ്ടായിരിക്കും D block എന്ന് പേര് വന്നേ? These are the elements in which last electron enters into the penultimate, ഒരു പുതിയ വാക്കല്ലേ, പെനൾട്ടിമേറ്റ് ഡി സബ്ഷൻ. എന്തോ പെനൾട്ടിമേറ്റ്? അതാണ് ഒരാറ്റം എടുത്താൽ ആ ആറ്റത്തിൽ എന്തുണ്ട്? ഔട്ടർ മോസ്റ്റ് ഷെൽ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെൽ അതിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ഷെൽ. ഓക്കെ,
അതിന്റെ തൊട്ടകത്തുള്ള ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് പെനൽറ്റിമേറ്റ്. ഇവിടെ എഴുതാം പെനൽറ്റിമേറ്റ് ഷെൽ. വാലൻസ് ഷെല്ലിന്റെ തൊട്ടകത്തുള്ള ആളെ വിളിക്കുന്ന പേരാണ് പെനൽറ്റിമേറ്റ്. അതിന്റെയും അകത്തുള്ള ആളെ വിളിക്കുന്ന പേരാണ് ആന്റി പെനൽറ്റിമേറ്റ്. ഒരാറ്റം എടുത്താൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് കോൾഡ് വാലൻസ് ഷെൽ. അതിന്റെ തൊട്ടകത്തുള്ള ഷെല്ലിനെ വിളിക്കുന്ന ഒരു പെനൽറ്റിമേറ്റ് ഷെൽ. അതിന്റെയും അകത്തുള്ള ആളെ വിളിക്കുന്ന ഒരു ആന്റി പെനൽറ്റിമേറ്റ് ഷെൽ. വാലൻസ് ഷെല്ല് പൊതുവെ എസ് സബ് ഷെല്ലും ഡി സബ് ഷെല്ലും ആണ്. ഇനി പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറയുന്നത് ഡി സബ് ഷെല്ലാണ്. ആന്റി പെനൽറ്റിമേറ്റ് എഫ് സബ് ഷെല്ലാണ്. സോ ഡി എന്ന് പറയുന്നതാണ് ഡി സബ് ഷെൽ എന്താണ്? പെനൽറ്റിമേറ്റ് ആണ്. ഡി സബ് ഷെൽ പെനൽറ്റിമേറ്റ് ആണ്. സോ പോയിന്റ് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദീസ് ആർ ദ എലമെന്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എന്റേഴ്സ് ഇൻ ദ വാലൻസ് അല്ല അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് അല്ല പെനൽറ്റിമേറ്റ് ഡി സബ് ഷെൽ. ഓക്കെ, ദേ ഇൻക്ലൂഡ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ദേ ഇൻക്ലൂഡ് ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ. ഗ്രൂപ്പ് 3 ടു ഗ്രൂപ്പ് 12 ആണ്. ദേ ഇൻക്ലൂഡ് ഗ്രൂപ്പ് 3 ടു ഗ്രൂപ്പ് 12 ആണ്. They are also called, D block elements are also called transition metals അല്ലെങ്കിൽ transition elements. അങ്ങനെ വിളിക്കാൻ കാരണം എന്താ? നമുക്കറിയാം ഈ ഡി ബ്ലോക്ക് എവിടെ കാണപ്പെടുന്നത്? ഇതാണ് എസ് ബ്ലോക്ക്, ഇതാണ് പി ബ്ലോക്ക്, ഇതിന്റെ ഇടയ്ക്കുള്ള ഡി ബ്ലോക്ക്. ഈ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ആള് മെറ്റൽസ് അല്ലെങ്കിൽ മൊത്തം ഇലക്ട്രോ പോസിറ്റീവ്. ഇത് മൊത്തം നോൺ മെറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ്. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെറ്റലിന്റെ പ്രോപ്പർട്ടി കുറഞ്ഞ് എന്തായി? നോൺ മെറ്റൽ ആവും. എന്നുവെച്ചാൽ ഇത്രയും ഏരിയ ഇവിടെ ഈ ഏരിയയിൽ സംഭവിക്കുന്നത്, ഈ ഏരിയയിൽ മെറ്റലിന്റെ പ്രോപ്പർട്ടി ഇങ്ങനെ ഇവിടെ നല്ല കൂടിയിരിക്കോ, ഈ മെറ്റൽ പ്രോപ്പർട്ടി ഇങ്ങോട്ട് പോകണം നോൺ മെറ്റൽ ആവും. സോ ഇവിടെ എന്ത് കാണിക്കുന്നുണ്ട്? ഒരു ട്രാൻസിഷൻ. മെറ്റലീന്ന് നോൺ മെറ്റലിലോട്ട് ട്രാൻസിഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവിന്ന് ഇലക്ട്രോ നെഗറ്റീവിലോട്ട് എന്ത് കാണിക്കുന്നുണ്ട്? ഒരു ട്രാൻസിഷൻ കാണിക്കുന്നതാണ് ഇവര്. അതുകൊണ്ട് എന്ത് പേര് വന്നേ? ട്രാൻസിഷൻ എലമെന്റ്സ്. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ട്രാൻസിഷൻ. സിൻസ് ദേ ഷോ റെഗുലർ ട്രാൻസിഷൻ അല്ലെങ്കിൽ ചേഞ്ച് from most electropositive S block elements to least electropositive അല്ലെങ്കിൽ electronegative P block elements. Their general outer electronic configuration is n-1d. എന്ത് n-1d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. n എന്ന് പറഞ്ഞാൽ ആരാ? n എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലാണ്. വാലൻസ് ഷെല്ലിന്ന് ഇത് വാലൻസ് ആണെങ്കിൽ ഈ വാലൻസ് ഷെല്ലിന്ന് ഒരു ഷെല്ല് കുറച്ചാൽ കിട്ടുന്ന ആളല്ലേ പെനൽറ്റിമേറ്റ്? വാലൻസ് ഷെല്ലിന്ന് ഒരു ഷെല്ല് കുറച്ചാൽ കിട്ടുന്ന ആളാണ് ആര്? പെനൽറ്റിമേറ്റ്. അതുകൊണ്ട് n-1 ആണ്. സോ n-1d 1 to 10 ns ഉണ്ട് കേട്ടോ. ns 0 to 2 n-1d 1 to 10 ns 0 to 2 ns 0 to 2. ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് മാത്രമല്ല ഇവരെല്ലാരും എന്താണ്? They are all metals ആണ്. ഇവരെല്ലാരും എന്താണ്? മെറ്റൽസ് ആണ്. അതുപോലെ they form colored compounds. Or ions in aqueous solution. അതുപോലെ they show variable oxidation state and valency. ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം എന്ത് കാണിക്കുന്നുണ്ട്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്, വാലൻസിയും കാണിക്കുന്നുണ്ട്. They show variable oxidation state and valency. അതുപോലെ they are all paramagnetic ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം പാരാമാഗ്നറ്റിക് ആണ്. അതുപോലെ they show catalytic property. ഇതെല്ലാം എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകളാണ്.
അടുത്തയാണത് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് ആർ എഫ് ബ്ലോക്ക് നമ്മൾ കുറച്ച് കാണിച്ചു തന്നെയാണ്. ദീസ് ആർ ദ എലമെന്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ enters into the ആന്റി പെനൽറ്റിമേറ്റർ. ഞാൻ പറഞ്ഞില്ലേ എഫ് ആരാന്ന് പറഞ്ഞ എഫ് ആന്റി പെനൽറ്റിമേറ്റ് ആണ്. സോ ദീസ് ആർ ദ എലമെന്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ enters into the ആന്റി പെനൽറ്റിമേറ്റർ എഫ് സബ്ഷെൽ. They include ഈ എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ആരൊക്കെയാ? ലാൻതനോയിഡ്സ് ഇൻ സിക്സ്ത് പീരീഡ്, അതുപോലെ ആക്ടിനോയിഡ്സ് ഇൻ സെവൻത് പീരീഡ്. ലാൻതനോയിഡ്സ് ഇൻ സിക്സ്ത് പീരീഡ് ആൻഡ് ആക്ടിനോയിഡ്സ് ഇൻ സെവൻത് പീരീഡ്. ഈ രണ്ട് പേരുകൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് they are also known as inner transition elements. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. കാരണം ട്രാൻസിഷൻ എലമെന്റ്സിനകത്താണ് കാണപ്പെടുന്നത്. സോ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. Their general outer electronic configuration is n-2. അത് n-2 ആണ്. നമുക്കറിയാം വാലൻസിന്ന് രണ്ട് ഷെല്ല് കുറച്ചാൽ മതി. അതായത് വാലൻസ് ഷെല്ലാണെങ്കിൽ ഈ രണ്ടെണ്ണം കുറച്ചാൽ കിട്ടുന്ന ആളാണ് ആന്റി പെനൽറ്റിമേറ്റ്. സോ n-2 f 1 to 40, n-2 f 1 to 40, n-1d 0 to 1, ns2. ഇതാണ് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, ഇവരും എന്താണ്? They are argument methods ആണ്. Within the series, properties of these elements are similar. Okay, actinoids are ഇതിനകത്ത് ലാൻതനോയിഡ് ആക്ടിനോയിഡ് ഉണ്ട്. ആക്ടിനോയിഡ് സെല്ല് എന്താണ്? ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആണ്. ആക്ടിനോയിഡ് സെല്ല് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. അത് മാത്രമല്ല എലമെന്റ് ആഫ്റ്റർ യുറേനിയം ആക്ടിനോയിഡ് സീരീസില് എലമെന്റ് ആഫ്റ്റർ യുറേനിയം ഈസ് കോൾഡ് ട്രാൻസ് യുറാനിയം എലമെന്റ്സ് ഓർ ആർട്ടിഫിഷ്യൽ എലമെന്റ്സ്. ആക്ടിനോയിഡ് സീരീസില് യുറേനിയം കഴിഞ്ഞുള്ള എലമെന്റ്സിനെ എല്ലാം ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ട്രാൻസ് യുറാനിയം എലമെന്റ്സ് ഓർ ആർട്ടിഫിഷ്യൽ എലമെന്റ്സ്. ഓക്കെ, ഇത്രയുമാണ് ബ്ലോക്കുകളിൽ പഠിക്കാനുള്ളത്. എസ് ബ്ലോക്ക് പറഞ്ഞു, പി ബ്ലോക്ക് പറഞ്ഞു, ഡി ബ്ലോക്ക് പറഞ്ഞു. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, 4 ബ്ലോക്കുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ്. പീരിയോഡിക് പ്രോപ്പർട്ടി. വാട്ട് യു മീൻ ബൈ പീരിയോഡിക് പ്രോപ്പർട്ടീസ്? ഒന്നുമില്ല, കൃത്യമായ ഇടവേളയിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളയിൽ ആവർത്തിച്ചു കാണിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. The properties which repeat after a regular interval are called periodic properties. ഒരു കൃത്യമായ ഇടവേളയിൽ ആവർത്തിച്ചു കാണുന്ന പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. മൊത്തം 7 പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോപോസിറ്റിവിറ്റി, ഒരാളുണ്ട് വാലൻസി. അങ്ങനെ മൊത്തം 7 പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് 2 എണ്ണം മാത്രം പഠിച്ചാൽ മതി. അറ്റോമിക് റേഡിയസും അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഈ രണ്ടെണ്ണം മാത്രം പഠിച്ചാൽ മതി.